ശ്രീ തമ്മന ഫൈസൽ, താങ്കളുടെ ഒരു പാർട്ടി ഒരു ഡിവൈഎസ്പി അടക്കം വെട്ടിലാക്കിയത് അറിഞ്ഞു കാണുമല്ലോ. എന്തായിരുന്നു പാർട്ടി? അത് എന്തെങ്കിലും ഇത് എന്താണ് ഇവിടെ പാർട്ടി? എനിക്ക് മനസ്സിലായില്ല. ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ പാർട്ടിയൊന്നും നടന്നിട്ടില്ല. ഉം. ഈ ഡിവൈഎസ്പി ഒക്കെ പിന്നെ എന്തിനു വന്നതായിരുന്നു? ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? അല്ല, DSP ഇവിടെ വന്നെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ഇത് ആരെങ്കിലും കണ്ടവരുണ്ടോ? എന്തെങ്കിലും വീഡിയോ ഉണ്ടോ? എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കറിയാൻ പാടില്ല. ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടെ പോലീസുകാർ വന്നിരുന്നു. എന്നോട് പറഞ്ഞു സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അവർ വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലണമല്ലോ. നിയമപാലകരല്ലേ. നമ്മൾ ചെന്നു. അവരെന്നോട് ചോദിച്ചു എന്തിനാണ് ആലുവയിൽ പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ടർബോൻ്റെ ഫിലിമിൻ്റെ കാര്യത്തിന് പോയതാണ്. ഞാൻ സിനിമക്ക് പോയി. അപ്പോൾ അവിടെ ഒരു കേക്ക് മുറി ഉണ്ടായിരുന്നു. ഞാൻ കേക്ക് മുറിക്കുന്ന അവിടെ നിന്നിരുന്നു. അത് കഴിഞ്ഞു ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇത് ചോദിക്കാനാണ് വിളിച്ചത്. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ കൂടി വന്നാൽ ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇപ്പം നിലവിൽ വേറെ കേസുകളൊന്നുമില്ല. കാര്യങ്ങളെല്ലാം ചോദിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ ഒന്നും ഇവിടെ ഒരു DSPനെ കാണാനോ ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയാൻ പാടില്ല പുള്ളിനെ. എൻ്റെ ഫൈസൽ, ഇത് ഫോണിലോട്ട് പോലും ഫൈസലിനെ വിളിച്ചിട്ടില്ല. സ്കെച്ച് ചെയ്യുന്നതാണോ എന്തെങ്കിലും ആരെങ്കിലും? എനിക്കറിയാൻ പാടില്ല ഇത് എന്താണ് സംഭവം എന്താണെന്നറിയാം. ഇപ്പം ഇതിനു മുമ്പ് മാഡം ഇതിനു മുമ്പ് മുട്ടുകുത്തി ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് കാണിച്ചു ഒരു ദിവസം മൊത്തം. അത് പിന്നെ കാണാനില്ല. ഞാനപ്പോൾ ലൈവ് ഇട്ട് അത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ന്യൂസ് 18 ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല. ഇത് ആരാണ് ഈ മുട്ടുകുത്തിക്കണേന്നും കൂടി അറിയണ്ടേ? അതല്ലേ ഇവിടുത്തെ അവസ്ഥ. അതങ്ങനെ പോയി. ഇതിനു മുമ്പ് വേശ്യാലയത്തിൽ കയറി എന്ന് പറഞ്ഞു. വേശ്യാലയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടി എന്ന് പറഞ്ഞു. ഇതെന്താണ് ഇതിൻ്റെ കളി? ഇത് എന്താണ്? ഇത് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് ശരിക്കും ഫൈസൽ മനസ്സിലാവണില്ല. ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ എൻ്റെ വീട്ടിൽ. വീട്ടിലുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു വലിയ ഗുണ്ടയാണോ ഫൈസൽ? അല്ല, ഞാൻ പറയട്ടെ, എൻ്റെ പേരിൽ കേസുകളൊന്നുമില്ല മാഡം. എൻ്റെ പേരിൽ 2021 ഒരാളായിട്ട് തല്ലുപിടിച്ചൊരു കേസുണ്ട്. മനസ്സിലാവണ്ട? ശരിക്കും അതിനു ഈ മുമ്പ് തമ്മനം ഫൈസൽ എന്നാണല്ലോ അറിയപ്പെടുന്നത്. യഥാർത്ഥ പേര് എൻ്റെ അതല്ല വീട് എന്നാണ് ഞാൻ അറിഞ്ഞത്. മാഡം എൻ്റെ വീട് തമ്മനത്തായിരുന്നു. അപ്പോൾ ഞാൻ ആലുവയിലാണ് എൻ്റെ മമ്മിയുടെ വീട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. തമ്മനത്ത് നിന്ന് ഞങ്ങൾ ആലുവയിലാണ് വന്ന് താമസിച്ചത് 2000-ൽ. ആ സമയത്ത് ഞങ്ങൾ താമസിച്ചപ്പോൾ അവിടെ കുറേ മുസ്ലിംസിൻ്റെ ഏരിയ കൊണ്ട് കുറേ ഫൈസൽ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ തമ്മനത്ത് നിന്ന് വന്ന ഫൈസൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ തമ്മനം വെച്ചിലായത് മാഡം. അല്ലാതെ ഈ പറയണ ഇതൊക്കെ എന്താണിത് അടിച്ചിറക്കണേന്ന് എനിക്ക് മനസ്സിലാവില്ല. പണ്ട് കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തമ്മനത്ത് വെച്ച് കുറേ അടിപിടി കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. അത് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. 2 പിള്ളേരായി. ഇത് പിള്ളേരൊക്കെ ഇവിടെ സ്കൂളിൽ വേറെ പോകാറായോ? വിഷയം. ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞു. ഒരാൾ 7ാം ക്ലാസ്. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെയാണ്. അവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ? അല്ല, മേടിച്ചുകൊണ്ടിരിക്കുന്നത് മാഡം. അതിൻ്റെ കാര്യങ്ങളായിട്ട് നോക്കണേ. ശരിക്കും തമ്മനം ഫൈസൽ എന്നുള്ളതല്ല, മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്നൊക്കെ നേരത്തെ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശരിക്കുമുള്ള ഇല്ല പേരെന്താണ്? മാഡം, എൻ്റെ പേര് ശരിക്കും ജോർജ് എന്നാണേ. ഇതിങ്ങനെ ഇങ്ങനെ ആ ഒരു പേര് നിക് നെയിം അങ്ങനെ വന്നിട്ട് അങ്ങനെ വന്നതാണ് മാഡം. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഫൈസൽ എന്നാണ് വിളിക്കുന്നത്. അതങ്ങനെ ഇങ്ങനെ വീട്ടിൽ വിളിക്കുന്ന പേരുകൾ നമ്മളങ്ങനെ ആയി പോകാറുണ്ടല്ലോ. സംടൈം അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ പലരുടെയും പേരുകൾ നമുക്ക് ശരിക്കും പേരുകൾ അറിയാൻ പാടാത്തൊരവസ്ഥയിലോട്ട് വന്നിട്ടില്ലേ പലരും. എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേര് വീട്ടിൽ വിളിക്കുന്ന പേരുകളാണ് ഇപ്പോഴും വിളിക്കുന്നത്. അതേപോലെ എന്നെ വീട്ടിൽ വിളിച്ചു. അതാണ്. ഈ ഫൈസലിന്റെ വീട്ടിലേക്ക് ഈ വന്ന പോലീസുകാർ ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട്. ഡിവൈഎസ്പിക്ക് ദാ റിട്ടയർമെന്റ് പാർട്ടി വരെ അതിന്റെ പന്തൽ വരെ പൊളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ MG സാബുവിനെ ഫൈസലിന് അറിയാമോ? ഇല്ല മാഡം, ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ ഇവിടെ പോലീസുകാർ വന്നിട്ടില്ല. ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല.